പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതൻ ഇറങ്ങി. ഇത്തവണ അജ്ഞാതൻ തീർത്തത് ഇന്ത്യ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരാൾ കൊല്ലപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. അയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതെ, അയാളെ ഒരു മസ്ജിദിൽ നിസ്കരിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ പതിവ് പോലെ മോട്ടോർ സൈക്കിളിൽ വന്ന് രണ്ടുപേർ വെടിവെച്ച് വന്നു. കൊല്ലപ്പെട്ട ആളുടെ പേര് ഹാഫിസ് മൗലാന അബ്ദുൽ സലാം ആരിഫ്. സത്യത്തിൽ ഇന്ത്യ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരിലൊരാൾ. അതിലൊന്നാമൻ കുറച്ച് ദിവസം മുമ്പ് കൊല്ലപ്പെട്ടു. അയാൾ കുറച്ച് ദിവസം മാർച്ച് 9 കൊല്ലപ്പെട്ടു. അയാളുടെ പേര് മുക്തി ഷാമിർ എന്നായിരുന്നു. ഈ മുക്തി ഷാമിറും ഈ ആരിഫും ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. കാരണം ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൽഭൂഷൺ ജാദവ് എന്ന് പറയും. നമ്മുടെ നേവി ഉദ്യോഗസ്ഥനായിരുന്നു. നേവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇറാനിലായിരുന്നു. ഇറാനിൽ അദ്ദേഹം എന്തൊക്കെയോ ബിസിനസ്സൊക്കെ നടന്നു. അവിടെ നിന്ന് അയാളെ തട്ടിക്കൊണ്ടുപോയി ബലൂചിസ്ഥാനിൽ കൊണ്ടുവന്നത് ഈ പറയുന്ന മുക്തി ഷാമിറും ആരിഫും കൂടെ, ഹാഫിസ് മൗലാന അബ്ദുൽ സലാം ആരിഫും കൂടെ ചേർന്ന് ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ബലൂചിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് ISIക്ക് കൈമാറി. ISI എന്ത് പറഞ്ഞു? ISI പറഞ്ഞു ഇയാൾ റോ ഏജൻ്റാണ്. പാകിസ്ഥാനിൽ വിഘടന പ്രവർത്തനം നടത്താൻ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഫണ്ട് ചെയ്യുകയും ആയുധം കൊടുക്കുകയും അവരെ ഉപയോഗിച്ച് പാകിസ്ഥാനെ വിഭജിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇന്ത്യൻ ഭീകരൻ അല്ലെങ്കിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ ഏജൻ്റാണ് കൽഭൂഷൺ യാദവ് എന്ന് പറഞ്ഞ് നമ്മുടെ യാദവിനെ പിടികൂടി ജയിലിലടച്ചു. ഇയാളെ പട്ടാള കോടതി കൽഭൂഷൺ യാദവിനെ വിചാരണ ചെയ്തു, വധശിക്ഷയ്ക്ക് വിധിച്ചു. അതാണ് എൻ്റെ പശ്ചാത്തലം. പക്ഷേ ഇന്ത്യ പറഞ്ഞു ഞങ്ങളുടെ ഏജൻ്റൊന്നുമല്ല, ഞങ്ങളുടെ പട്ടാളത്തിൽ നേവിയിലുണ്ടായിരുന്നു. നേവിയിൽ നിന്ന് റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം പാകിസ്ഥാനിലല്ലായിരുന്നു, ഇറാനിൽ ജോലി ചെയ്യുമായിരുന്നു. ഇറാനിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ പോയി കൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുവന്നിട്ട് ബലൂചിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് ISIക്ക് പിടിച്ചു കൊടുത്തു. എന്നിട്ടാണ് ഈ പാകിസ്ഥാനെ വിഭജിക്കാനുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റോ ഏജൻ്റാണെന്നുള്ള ചാർജ് കൊടുത്തു. അപ്പോൾ അതിൽപ്പെട്ട ഇന്ത്യൻ ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനെ പിടികൂടി ചതിച്ച, പാകിസ്ഥാന് പിടിച്ചു കൊടുത്ത രണ്ടുപേരിൽ ആദ്യത്തെ ആളെ അജ്ഞാതൻ വന്ന് ഇതുപോലെ ഒരു മസ്ജിദിൽ നിന്നിറങ്ങി മസ്ജിദിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്ക് വെടിവെച്ച് കൊന്നു. രണ്ടാമൻ ചെറിയ പുള്ളിയൊന്നുമല്ല. ഈ ആരിഫ് അവിടെ ഒരു ജാമിയത്ത് ഉലമ ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയുടെ പ്രവിശ്യ കൗൺസിൽ അംഗമാണ്. പിന്നെയുള്ളത് അവിടുത്തെ ഒരു തഹസിൽ ടങ്കി മദ്രസ അബൂബക്കർ സിദ്ദിഖ് എന്ന് പറയുന്നതിൻ്റെ ഒരു മദ്രസയുടെ തലവനാണ്. ജമാലാബാദിലെ ഡയറി ഫാം മേഖലയിലുള്ള മസ്ജിദിലെ സ്ഥിരം പ്രഭാഷകനാണ്. തീവ്രവാദിയാണ്, കടുത്ത ഇസ്ലാമിസ്റ്റാണ്, ഇന്ത്യ വിരുദ്ധനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് പാകിസ്ഥാന് കൈമാറി. ഇന്ത്യൻ ചാരനാണെന്ന് പറഞ്ഞ് പിടിച്ചു. പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് ഭേദ്യം ചെയ്തു കൽഭൂഷൺ ജാദവിനെ അതിഭീകരമായി 2016 മാർച്ച് 3 ബലൂചിസ്ഥാനിൽ വെച്ച് കൽഭൂഷനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പാകിസ്ഥാൻ പറയുന്നു. ISI പറയുന്നു. ഇവർ പിടിച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് പിടിച്ച് തട്ടിക്കൊണ്ടുവന്ന് ബലൂചിസ്ഥാനിൽ വന്ന് കൈമാറിയതാണ്. അതിനുശേഷം രാജ്യദ്രോഹം കുറ്റം ചുമത്തി 2017 ഏപ്രിൽ 10 പാകിസ്ഥാനിലെ സൈനിക കോടതി വധശിക്ഷ വിധിച്ചു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? അത് വിചാരണ നടത്തിയില്ല, ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ കാണാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചു. അതിനകത്ത് വിയന്ന കൺവെൻഷൻ്റെ പ്രമാണങ്ങളുടെ ലംഘനമുണ്ടെന്നൊക്കെ ഇന്ത്യ പറഞ്ഞു. കോടതിയെ അംഗീകരിച്ചു. വധശിക്ഷ സ്റ്റേ ചെയ്തിട്ട് കൽഭൂഷൺ യാദവിന് അഭിഭാഷകരെ കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇന്ത്യൻ കോൺസുലുമായിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പലതവണ കണ്ടു. എന്നാലും അദ്ദേഹത്തെ വിട്ടയക്കുന്ന കാര്യത്തിലൊന്നും പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് എടുത്തിട്ടില്ല. പാകിസ്ഥാൻ പിന്നൊരു കാര്യം ചെയ്തു. ഈ ICJ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ വിധി വന്നതിന് ശേഷം 2021 ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് റിവ്യൂ ആൻഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ നിയമം കൊണ്ടുവന്നു. അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവനുസരിച്ച് പാകിസ്ഥാനെ കോടതികളുടെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനും പുതിയ റെക്കമെൻഡേഷൻസ് റീകൺസിഡർ ചെയ്യാനും പുനഃപരിശോധിക്കാനുമുള്ള ഒരു നിയമം കൊണ്ടുവന്നു പാകിസ്ഥാൻ. അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും പറയപ്പെടുന്നത് വേണ്ട തരത്തിൽ കൽഭൂഷൺ യാദവിൻ്റെ അപ്പീൽ കേൾക്കാനോ ഒന്നും നടപടി ഉണ്ടാവുന്നില്ല. നമ്മൾ ഇടപെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും എനിക്കൊന്ന് ഹരീഷ് സാൽവെയോ മറ്റാണ് അന്താരാഷ്ട്ര കോടതിയിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ അഭിഭാഷകനായ ഹരീഷ് സാൽവെയാണ് ICJയിൽ ഇന്ത്യ അയച്ചത്.
അപ്പോൾ അത് വിജയം കൊണ്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടായാലും നമ്മളറിയാമല്ലോ, ഈ കൽഭൂഷൺ ജാദവ് റോ ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പാകിസ്ഥാൻ പറയുന്ന റോ ആണ്. എല്ലാ ബന്ധം അയാൾ കൺഫസ് ചെയ്തിട്ടുണ്ട് തടവിൽ വെച്ച്. ഒരാൾ തടവിൽ കിട്ടിക്കഴിഞ്ഞാൽ റോ അല്ല, മൊസാദാണെന്ന് വരെ പറയും. അതുപോലെ ഭേദ്യം ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടാവാം. കൽഭൂഷൺ ജാദവിൻ്റെ ചിത്രം കണ്ടാൽ നമുക്കറിയാം. ആ മനുഷ്യൻ ഇപ്പോൾ അസ്ഥി മാത്രമായ ഒരു മനുഷ്യനായിട്ട് മാറി. അത്രമാത്രം ഭക്ഷണം പോലും കൊടുക്കില്ല, കടുത്ത പീഡനം. അതിനിടയ്ക്കും കൽഭൂഷണെ കൊണ്ട് ചില വീഡിയോസ് പാകിസ്ഥാൻ ചെയ്യിച്ചു. എന്നിട്ട് ഇന്ത്യയാണ് എന്നെ പറഞ്ഞു വിട്ടതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ പുറത്ത് പിടിച്ചിരുന്നു. കസ്റ്റഡിയിലുള്ള ഒരു വീഡിയോ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യയും അന്താരാഷ്ട്ര കോർട്ടും ഇൻ്റർനാഷണൽ ICJ കോർട്ട് ഓഫ് ജസ്റ്റിസും പറയുകയുണ്ടായി. ഏതായാലും കൽഭൂഷൺ ജാദവിനെ പിടിച്ചുകൊണ്ടുവന്ന ആളുകൾ അത് ഇന്ത്യക്ക് രണ്ട് തരത്തിലുള്ള ക്ഷീണമുണ്ടാക്കി. ഒന്ന്, നമ്മുടെ ഒരു പൗരനെ തട്ടിക്കൊണ്ടുവന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയ ഒന്ന്. രണ്ടാമത്, ഇനി റോ ആണെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു അസറ്റാണ് റോയുടെ ഒരു ഏജൻറ്റ്. അയാളെ പിടികൂടി മറ്റൊരു ശത്രു സൈന്യത്തിന് കൈമാറുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ റോയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. അവർ മറ്റു പലയിടത്തും പല ജോലിയിലായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പം ഒരു നാട്ടിൽ വേറെ രാജ്യത്ത് പോയിട്ട് മീൻ കച്ചവടം നടത്തുമായിരിക്കാം. നമ്മുടെ അജിത് ഡോവൽ പോലും പാകിസ്ഥാനിൽ പോയിട്ട് റിക്ഷ വലിക്കുന്ന ആളായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. 9-10 വർഷം പാകിസ്ഥാനിൽ മുസ്ലിം വേഷത്തിൽ അജിത് ഡോവൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റോയിലൊക്കെ പിടികൂടിയ ഉടനെ നമുക്കൊരു ബന്ധവുമില്ല എന്ന് രാജ്യം പറയും. അത് നമ്മളല്ല, എല്ലാ രാജ്യവും അങ്ങനെയാണ്. അത് കവർ ഏജൻറ്റുമാരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ, പക്ഷേ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൽഭൂഷൺ ജാദവിനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ അന്താരാഷ്ട്ര കോടതിയിൽ നിരന്തരം കേസ് നടത്തി വധശിക്ഷ ഇപ്പോൾ സ്റ്റേ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് പൊറുക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരു പൗരനെ, അല്ലെങ്കിൽ നമ്മുടെ റോയാണെങ്കിൽ നമ്മുടെ വിലയേറിയ അസറ്റിനെ ഇറാനിൽ നിന്ന്, പാകിസ്ഥാനിൽ പോലും അല്ല, വേറൊരു രാജ്യത്ത് നിന്ന് അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് പിടിച്ച് കെട്ടി വണ്ടിയിൽ കയറ്റി ഇറാനിൽ നിന്ന് ബലൂചിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് ശത്രു സൈന്യത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള കിരാതമായ ഒരു ചതി. ആ ചതി നടത്തിയത് മുഫ്തി ഷാമിറും ഈ ഹാഫിസ് മൗലാന അബ്ദുൽ സലാം ആരിഫുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും മാർച്ചിനും ഈ നവംബറിനും ഇടയ്ക്കുള്ള കാലയളവിൽ രണ്ടുപേരെയും അജ്ഞാതൻ കൊന്നു. അപ്പോൾ ഈ അജ്ഞാതൻ ഇങ്ങനെ ഇപ്പം നമ്മളിരിക്കുന്നത് 45ഓളം പേരെ ഇപ്പോൾ അജ്ഞാതൻ തട്ടിയിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ടും. അപ്പോൾ ഈ കാനഡയിലാണ് അജ്ഞാതൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലരൊക്കെ പറയും ലോറൻസ് ബിഷ്ണോയിയാണ് കാനഡയിലെ അജ്ഞാതൻ. ലോറൻസ് ബിഷ്ണോയി ഗ്യാങ് അവിടെ തട്ടിയതും ഇന്ത്യക്ക് ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രിമിനലിനെയാണ്, നജ്ജാറിനെ അവിടെ തട്ടിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം ലോറൻസ് ബിഷ്ണോയി ഗ്യാങ്ങിനെ അവർ തീവ്രവാദ സംഘടനയായിട്ടൊക്കെ കാനഡ പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷേ അവർ ഇപ്പോഴും തീവ്രവാദ സംഘടനയായിട്ടും ലോറൻസ് ബിഷ്ണോയി ഗ്യാങ് കഴിഞ്ഞ ദിവസം ഒരാളെ വെടിവെച്ച് വന്നു, അവരെ നിരോധിച്ചിട്ടും. അവിടുത്തെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീടിന് നേരെ വെടിയുതിർത്തു. അങ്ങനെയൊക്കെ ബിഷ്ണോയി ഗ്യാങ്ങിനെ ഒതുക്കാൻ പറ്റില്ല. ബിഷ്ണോയി ഗ്യാങ്ങിനെ കുറിച്ച് പറയുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് 5000-ഓളം ഷാർപ്പ് ഷൂട്ടർമാരുള്ള ആളാണ് ബിഷ്ണോയി ഗ്യാങ് എന്നാണ് പറയുന്നത്. ബിഷ്ണോയി ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ജയിലിലാണ്, ഹൈ സെക്യൂരിറ്റി ജയിലിൽ നമ്മൾ താമസിപ്പിച്ചിരിക്കുകയല്ല, തടവിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശത്രുക്കൾ പറയുന്നത്, കാനഡയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദികൾ പറയുന്നത്, ബിഷ്ണോയിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതീവ സുരക്ഷാ ജയിലിൽ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്ന ഖാലിസ്ഥാനികളുണ്ട്. ഏതായാലും ഖാലിസ്ഥാനികൾക്ക് വലിയ ഭീഷണിയാണ് ലോറൻസ് ബിഷ്ണോയുടെ ഗ്യാങ്. അതുപോലെ ഇപ്പോൾ അജ്ഞാതൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ബന്ധമൊന്നുമില്ല എന്ന് ഇന്ത്യ പറയും. നമുക്കെന്താ ബന്ധം? പക്ഷേ ഇപ്പോൾ കൊല്ലപ്പെടുന്നതൊക്കെ ഇന്ത്യയുടെ ശത്രുക്കളാണ്. ഓർക്കുന്നില്ലേ, ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഈ കർഷകരുടെ ചപ്പാത്തി വിപ്ലവ നടന്നപ്പോൾ ട്രാക്ടറുകൾ ഓടിച്ചപ്പോൾ ഒരുത്തൻ ചെങ്കോട്ടയിൽ കയറിയിട്ട് ദേശീയ പതാക അഴിച്ചിട്ട് ഖാലിസ്ഥാൻ്റെ കൊടി കെട്ടി. അതെ, അവനെ അജ്ഞാതൻ തീർത്തായിരുന്നു. അപ്പോൾ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ 45 പേരുടെ പട്ടിക എന്തെങ്കിലുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ അജ്ഞാതൻ ലോകത്തിൻ്റെ പല ഭാഗത്ത് കൊന്ന 45, ഇതോടാകുമ്പോൾ 46 ആവുമെന്ന് തോന്നുന്നു. ഈ 46 പേരുടെ കഥയൊന്ന് പറഞ്ഞ് നമുക്ക് 1-2 വീഡിയോ കാണാം. ഈ 46 പേരാരാണ്? അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അജ്ഞാതൻ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യയുടെ പരമാധികാരത്തിന് വേണ്ടിയാണ്, ഇന്ത്യയുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയെ ദ്രോഹിച്ചവരെയാണ് അജ്ഞാതൻ ലോകത്തിൻ്റെ പല ഭാഗത്തും വേട്ടയാടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കൾ പറയുന്നത് അജ്ഞാതൻ എന്ന് പറഞ്ഞാൽ അജിത് ഡോവലിൻ്റെ, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ പിള്ളേരാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള അജ്ഞാതർ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ പാകിസ്ഥാനിൽ മുഴങ്ങിയ ഈ വെടിവെപ്പ് നടന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലാണ്. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പാകിസ്ഥാനെതിരെ അതിശക്തമായി താലിബാൻ പിന്തുണയുള്ള TTP, പാകിസ്ഥാനിലെ
താലിബാൻ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ശത്രു, നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുവിനെ അജ്ഞാതൻ ബൈക്കിൽ വന്ന് വെടിവെച്ച് തീർത്തിരിക്കുന്നത്. അത് ഇനി താലിബാനാണെന്ന് ചിലപ്പോൾ പാകിസ്ഥാൻ പറയുമായിരിക്കും. താലിബാനാണെന്ന് പറഞ്ഞാൽ താലിബാനെ കൊണ്ട് ആര് ജയിച്ചതാണ്? ഇന്ത്യ ജയിച്ചതാണെന്ന് പറയുമായിരിക്കും. ഏതായാലും അജ്ഞാതൻ വീണ്ടും പൂണ്ടു വിളയാടുകയാണ്. അജ്ഞാതൻ ലീവ് ക്യാൻസലാക്കി വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ വെടിവെപ്പാണ്. രണ്ടും 100% വിജയമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളെ തീർക്കാൻ അജ്ഞാതൻ എവിടെയോ ഉണ്ട്. കേരളത്തിലും അജ്ഞാതൻ വരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വരും, വരാതിരിക്കില്ല, വരുമായിരിക്കും അല്ലേ? അതെ, തീർച്ചയായും വരണം.